ദൈവവുമില്ല ഒരു കുന്തവുമില്ല. ബെസ്റ്റ്. അക്ഷയ് കുമാർ ശിവനായിട്ട് ഏതൊരു ഇംഗ്ലീഷ് പടത്തിൽ കണ്ടിട്ടുണ്ടോ? സാധാരണക്കാരനല്ല, അവനെ താണ്ടി വായുലിംഗത്തിനടുത്തെത്തുന്നത് അസാധ്യം. വായുലിംഗത്തിന്റെ മേൽ ദുഷ്ടന്മാരുടെ ദൃഷ്ടിപ്പെട്ട് സൂര്യയുടെ പടം, ഈ വായുലിംഗത്തെ സൂര്യയുടെ പടം, സംരക്ഷിച്ചാൽ എന്റെ പ്രാണനാൻ ഉറപ്പ്. ബാഹുബലി. ഇനി ഒരു കുഞ്ഞിന് പോലും ഈ ഗ്രാമത്തിൽ അപകടം സംഭവിക്കില്ല. ഇതെന്റെ വാക്ക്, തിന്നെന്റെ വാക്ക്. ശിവനെ കല്ലെന്ന് പറയുന്നു. ബാഹുബലി ബാഹുബലി. വേറെന്ത് പറയാനാ? പറയുന്നത് കേൾക്കാത്ത ആളുകളോട് പറഞ്ഞിട്ട് എന്താണ് കാര്യം? ദൈവത്തെ ധിക്കരിക്കുന്നവർക്കും മുതിർന്നവരുടെ വാക്കിന് വില കൊടുക്കാത്തവർക്കും ഈ നാട്ടിൽ സ്ഥാനമില്ല. സത്യത്തിൽ ഈ കല്ല് കാട്ടിക്കൊണ്ട് കളഞ്ഞാൽ നിന്റെ ഭ്രാന്ത് മാറും. ഇതൊരു കുത്തിക്കൊടുപ്പെന്ന് പറയല്ലേ? എങ്ങനെ ഒരാൾ അങ്ങയുടെ നല്ല ഭക്തനാണെന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? ദേവിയെ പോലെ ഞാനും ആ അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഓ, ആരാണ് ഇയാൾക്ക് ഡബ് ചെയ്തത്? അക്ഷയ് കുമാറിന് ആർപ്പിക്കിന്റെ പ്രസിദ്ധത്തിൽ ഡബ് ചെയ്ത ആളെ കൊണ്ട് ചെയ്യിപ്പിക്കായിരുന്നു. കുറച്ചുകൂടി ബെറ്റർ ആയനെ. രുദ്ര, ഒടിയൻ ഒടിയൻ, പ്രഭാസിൻ ഒടിയൻ. ആരാ നീ? ഒരു മോചനല്ലേ ഇന്ത്യൻ സിനിമയിൽ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്? എന്നേക്കാൾ വലിയ ശോഭത്തനം ഈ സൃഷ്ടിയിലുണ്ടാവില്ല. എന്തൊക്കെ ഞാൻ കരുതിയിരുന്നത്. നീയും നിന്റെ ദൈവവും കൂട്ടുകള്ളന്മാർ തന്നെ. ശിവ എന്ന് നീ മനസ്സൊരുക്കി വിളിക്കേ. അത് ഈ ജന്മത്തെ നടക്കില്ല. നീ അത്രയ്ക്ക് സാമർഥ്യശാലിയാണ്. മോഹൻലാൽ, അയ്യോ ദുരന്തം. സഹിക്കാൻ കഴിയാതെ അവന്റെ തള്ളവിരൽ ഛേദിപ്പിച്ചത് നീയല്ലേ? പൊയ്ക്കോളൂ ഇവിടുന്ന്, വേഗം പൊയ്ക്കോ. ലിപ്സിംഗ് പോലും കറക്റ്റ്. എങ്ങനെ ഡബ് ചെയ്താണ്? ഇനി ഞാൻ നിന്നെ വിട്ടു പോവില്ല. ഇതെന്റെ വാക്ക്, തിന്നെന്റെ വാക്ക്. അയ്യോ നാടകം. ശിവലീല. കണ്ണപ്പ, കണ്ണാപ്പി എന്നാണ് വിളിക്കേണ്ടത് ശരിക്കും. കണ്ണപ്പ എന്നല്ല വിളിക്കേണ്ടത്. എന്തിനാണ് ഈ അപരാധം പിടിച്ച പടങ്ങളൊക്കെ ഇത്രയും കോടികളിൽ വെക്കി ഇറക്കണേന്ന് എനിക്കറിയില്ല. പാൻ ഇന്ത്യൻ തേങ്ങ മാങ്ങാന്ന് പറഞ്ഞിട്ട് മോഹൻലാലിക്ക് എന്തെന്നാണ് ഈ കാണിച്ചു കൂട്ടണം? അങ്ങനെ കാശിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ വല്ല കാർഷിക ലോൺ എടുക്കാൻ പറയും. കുറച്ച് നാളായിട്ട് അമ്പ പരാജയം ഉണ്ടാവുള്ള പടങ്ങൾ. മോഹൻലാൽ പോട്ടെ, അക്ഷയ് കുമാർ കാട്ടിക്കൂട്ടുന്നത് എന്തൊക്കെയാണ്? ഹാർപ്പിക്കിൻ്റെ പരിസ്ഥിതിയിൽ ഡബ് ചെയ്ത ആളെ കൊണ്ട് ചെയ്യിക്കാമെന്ന് കുറച്ചുകൂടി ബെറ്റർ ആയതിനെ. ഇതൊക്കെ എങ്ങനെയാണ് ആൾക്കാർ തിയേറ്ററിൽ കണ്ടിരിക്കാൻ പോണത്? ഞാൻ ഇതിൻ്റെ ട്രെയിലർ റിയാക്ഷൻ കുറച്ച് തെലുങ്കന്മാർ ചെയ്ത് കണ്ടായിരുന്നു. അവന്മാർ ചാല നോക്കുണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ കിടന്ന് പറയുന്നത്. എന്ത് തേങ്ങണ്ടാണ് ഇന്ത്യൻ സിനിമയ്ക്ക്. എന്നാണ് ഈ വക ഈ ടിപ്പിക്കൽ സാധനം ഉണ്ടല്ലോ, ശിവൻ അതുമാതിരി ബ്രഹ്മാവ് വിഷ്ണു എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ ശിവലിംഗത്തിനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നത്. ബാഹുബലിയൊക്കെ വന്നു പോയ സാധനമാണ് ഇതൊക്കെ. എന്തിനാണ് ഇങ്ങനെ സിനിമ ഈ വക പടങ്ങൾ ഇറക്കിയിട്ട് ഇതാക്കുന്നത്? എത്രയോ പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും ഭക്ഷണം മേടിച്ചു കൊടുക്കുമല്ലോ ഇത്രയും കോടികളുണ്ടെന്നുണ്ടെങ്കിൽ. അസഹനീയം.